മറുനാടൻ പുറത്തുവിട്ട ആ ജ്യോതിഷ വാർത്ത ഭൂകമ്പം സൃഷ്ടിച്ച് മുന്നേറുന്നുണ്ട്. നിരവധി ആളുകൾ ഇതിന്റെ വിശദാംശങ്ങൾ തിരയുകയും അത് വാസ്തവമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിശക്തമായ ഭഗവത് കോപം മാറ്റാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് പാപം ആഗോളതലത്തിൽ വിതരണം ചെയ്യുന്നത് എന്ന ജ്യോതിഷിയുടെ കണ്ടെത്തൽ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. കേരളത്തിലുള്ള ഭക്തരെ കൂടിയിട്ട് കാര്യമില്ല, ലോകം മുഴുവൻ വ്യാപിക്കണം. അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവർ പാപവിഹിതവുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം. പല ജ്യോതിഷിമാരെയും കണ്ടിട്ടാണ് ഈ നിഗമനത്തിലേക്ക് എത്തിയത്. അതിൽ ഒരു റിട്ടയേർഡ് അധ്യാപകനായ വളരെ സൽപ്പേരുള്ള ഒരു ജ്യോതിഷി വളരെ വ്യക്തമായി തന്നെ ചില ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പിണറായിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഈ ജ്യോതിഷി അദ്ദേഹത്തോട് ആലോചിച്ചിട്ടാണ് പിണറായി പല കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ സ്വാത്വികനായ മനുഷ്യനാണ്, അനാവശ്യമായ ഒരു കാര്യങ്ങൾക്ക് പോവാറില്ല. അദ്ദേഹത്തിന്റെ നിഗമനം അയ്യപ്പ കോപം മാറ്റിയാൽ 74 സീറ്റോടെ വീണ്ടും LDF അധികാരത്തിൽ വരുമെന്നാണ്. ബാക്കി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ഒപ്പം വേണം. ആ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ നടത്തുന്നതിനിടയിൽ വലിയ ജനരോഷമുണ്ടെങ്കിൽ പോലും 74 സീറ്റ് നേടാനുള്ള സാഹചര്യം അവർ കാണുന്നു. ഈ 55-60 സീറ്റ് ഏത് സാഹചര്യത്തിലും ഇടതുമുന്നണിക്ക് ലഭിക്കുന്നതാണ്. പിണറായി വിജയൻ അഴിമതിയുടെ പേരിൽ പിടിച്ച് ജയിലിൽ അടച്ചാലും പിണറായിയുടെ മകളെ തൂക്കിക്കൊന്നാലും ഇവിടെ 55-60 സീറ്റ് CPM നേടാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പാർട്ടി സംവിധാനം ഇപ്പോൾ CPM ഉണ്ട്. അതില്ലാതാകണമെങ്കിൽ CPM അധികാരം നഷ്ടപ്പെടുകയും CPM നിന്നും കൂട്ടത്തോടുകൂടി ഹിന്ദു വോട്ടുകൾ ചോരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. തൽക്കാലം അടുത്ത തെരഞ്ഞെടുപ്പിൽ 55-60 സീറ്റ് എന്ത് സാഹചര്യത്തിലും CPM ഉണ്ടാക്കാം. 60-ൽ നിന്നും ഒരു 14-15 സീറ്റ് കൂടി നേടാനുള്ള ഏറ്റവും എളുപ്പ വഴി ഈ ജ്യോത്സ്യൻ നിശ്ചയിച്ചത് UDF-ൽ നിന്നും ഒരു പാർട്ടിയെ കൂടി, ഏത് പാർട്ടിയാണെന്ന് വ്യക്തമല്ല, ഒരു പാർട്ടിയെ കൂടി അടർത്തിയെടുക്കുക. ആ പാർട്ടി കൂടി പോന്നാൽ പൂർണ്ണമായും അത് ശരിയാവും. മാത്രമല്ല അയ്യപ്പ കോപം പൂർണ്ണമായും മാറ്റുക. അയ്യപ്പ കോപം ഈ വരുന്ന 5-8 മാസത്തിനിടയിൽ മാറ്റാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ആഗോള സംഗമം മാത്രമാണെങ്കിൽ മാത്രമേ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോകൂ ഈ പാപം. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്ന നിർദ്ദേശമാണ് ഈ ജ്യോതിഷി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 74 സീറ്റ് വരെ നേടിയെടുക്കാൻ കഴിയുമെന്നും അങ്ങനെ 74 സീറ്റ് നേടിയാൽ താൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലായിക്കൊണ്ട് മരുമകനിലേക്ക് അധികാരം കൈമാറാൻ കഴിയുമെന്നും പിണറായി വിശ്വസിക്കുന്നു.